ഈ ലോകത്ത് ആദ്യമായി ഞാനാണ് ഈ കാര്യം പറയാൻ പോകുന്നത്. ഇന്നുവരെ ഈ ലോകത്ത് ഇങ്ങനെ തിയറി ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ ഒരുപക്ഷെ പോരായ്മയുള്ള മനുഷ്യനായിരിക്കാം. ബൈബിൾ എഴുതിയ വ്യക്തികൾ പോലും 30 വരെ ഉണ്ട്. ക്രിസ്തുവിനെ അനുകൂലിക്കുന്ന കല്ലെറിഞ്ഞു കൊല്ലാൻ അനുവാദം കൊടുക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത പൗലോസാണ് പുതിയ നിയമത്തിലെ പകുതിയോളം ഭാഗങ്ങൾ എഴുതിയിട്ടുള്ളത്. അതാത് കാലഘട്ടത്തിൽ ദൈവം പലരിൽ കൂടി ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തും. അതുകൊണ്ട് ആരെയും വിധിക്കാതിരിക്കുക. ഈ കാലഘട്ടത്തിൽ പിശാചിനെ കുറിച്ചുള്ള ആഴമായ അറിവ് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ദൈവം തന്ന ജ്ഞാനത്താൽ സയൻസിലേക്ക് ഉഴുതുമറിച്ച് പിശാച് ഉണ്ടെന്ന് മനസ്സിലാക്കി തരാനാണ് എൻ്റെ ശ്രമം. അത് ദൈവം തന്ന ജ്ഞാനമാണോ സ്വന്തം ജ്ഞാനമാണോ അതെങ്കിലും തിരിച്ചറിയാൻ വേണ്ടി ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ലഹരിയുടെ ഏറ്റക്കുറച്ചിലടക്കം ഏറ്റവും മൂർച്ഛിച്ച അവസ്ഥയെ പാമ്പിനെ കൊണ്ട് നാവിൽ കടുപ്പിച്ച് ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികളടക്കം ഏതൊരുവിധ ലഹരിയും ഉപയോഗിക്കാത്ത വ്യക്തികൾ വരെ പിശാച് ഉണ്ടെന്ന് അംഗീകരിക്കുന്നില്ല എന്ന കാര്യത്തിൽ അവർ തുല്യരാണ്. ആ തുല്യത എത്രത്തോളം ഭീകരമാണ്, അതൊരു നിസ്സാര കാര്യമാണോ? ഇത് പിശാചിനെ കുറിച്ചുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ പാമ്പിനെ കൊണ്ട് നാവിൽ കടുപ്പിക്കുന്ന ഒരു തുല്യതയും ലഹരി ഒന്നും ഉപയോഗിക്കുന്നില്ല എങ്കിൽ പോലും പിശാചില്ല എന്ന് പറയുന്ന ഒരു തുല്യതയും ഒരേ രീതിയിലുള്ള തുല്യത എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കാനുള്ളത് സ്വന്തം നാവിൽ പാമ്പിനെ കടുപ്പിക്കുന്ന തുല്യമായ തുല്യതയാണത്. അതെങ്ങനെ തെളിയിക്കാൻ സാധിക്കും? മനുഷ്യൻ ആദ്യമായി പിശാചിനെ കാണുന്ന പാമ്പിന്റെ രൂപത്തിൽ ദൈവം കഴിക്കരുതെന്ന് പറഞ്ഞ് ഫലം കഴിക്കാൻ ഏദൻ തോട്ടത്തിൽ ഹവ്വയെ പ്രേരിപ്പിക്കാമെന്നപ്പോഴാണ്. അതായത് നന്മ തിന്മകളെ കുറിച്ച് തിരിച്ചറിയുന്ന വൃക്ഷത്തിന്റെ ഫലം. അതിന്റെ ഫലമായി മനുഷ്യൻ മരണമുള്ളവരായി തീർന്നു. ദൈവത്തിന്റെ വാക്ക് ധിക്കരിച്ചതിന്റെ ഫലമായി അവർ മരണമില്ലാത്തവരായി ഏദൻ തോട്ടത്തിൽ കഴിയാതിരിക്കാൻ ഏദൻ തോട്ടത്തിൽ ദൈവം അവരെ പുറത്താക്കി കെരൂബുകളെ കാവൽ നിർത്തി. മനുഷ്യന്റെ ആദ്യ പാപം അതാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ഈ പാമ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. വെളിപാട് 12:9 പറയുന്നത് ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ. അങ്ങനെയാണെങ്കിൽ നാവിൽ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് ലഹരി നുണയുന്നത് പിശാചിന്റെ പ്രവൃത്തിയല്ല എന്നോ പിശാചില്ല എന്നോ ആര് പറഞ്ഞാലും സ്വന്തം നാവിൽ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് വിഷം നുണയുന്നത് തുല്യമാണ്. അങ്ങനെയുള്ളവർ പിശാച് എന്ന പാമ്പിന്റെ ഗ്രൂപ്പിലുള്ള വ്യക്തികളെന്ന് പറയാൻ കഴിയുമോ? ദൈവത്തിന്റെ ഗ്രൂപ്പിലുള്ള വ്യക്തികളെന്ന് പറയാൻ കഴിയുമോ? ഞങ്ങൾ ബൈബിളിനെയോ ക്രിസ്തുവിനെയോ വിശ്വസിക്കുന്നില്ല, സയൻസിൽ മാത്രം വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു വന്നാൽ സയൻസിനെ പാമ്പ് ചുറ്റി കഴിഞ്ഞ് അടിമയാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ശേഷം മാത്രമേ ബാക്കി സംസാരിക്കാൻ കഴിയൂ. ചില ഡോക്ടർമാരുടെ വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ സ്ക്രീനിൽ കാണുന്ന ചിത്രം. പഴയ പാമ്പിന്റെ വിശ്വാസങ്ങൾ സയൻസിനെ ഇന്നും ഭരിക്കുന്നു. ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും ഇന്നും പുരാതന പാമ്പിന്റെ അടയാളത്തിന് കീഴിലാണ് അത് നിൽക്കുന്നത്. വ്യക്തിയെ വരിഞ്ഞു മുറുക്കുന്ന പാമ്പ്. തെളിവുകൾ വിശ്വസിക്കുന്ന സയൻസ് തെളിവുകളില്ലാത്ത ഒരു പുരാണ കഥയിലെ ചിഹ്നത്തെ എന്തിനാണ് ഇപ്പോഴും ചുമക്കുന്നത്? പുരാതന ഗ്രീസിലെ ചികിത്സാദേവനായിരുന്ന അസക്ലിപ്പീസുമായി ബന്ധപ്പെട്ടതാണ് ഈ ചിഹ്നം. അദ്ദേഹം രോഗികളെ സുഖപ്പെടുത്താൻ ഒരു വടിയുമായി സഞ്ചരിച്ചിരുന്നു. പുരാതന കാലത്ത് പാമ്പുകൾക്ക് രോഗം മാറ്റാനുള്ള കഴിവുണ്ടെന്ന് ഗ്രീക്കുകാർ വിശ്വസിച്ചിരുന്നു. പാമ്പുകൾ അവയുടെ തൊലിയിരുന്നത് പഴയ ശരീരം വെടിഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ പ്രതീകമായി അവർ കണ്ടു. അതായത് രോഗാവസ്ഥയിൽ നിന്ന് സൗഖ്യത്തിലേക്കുള്ള മാറ്റം. അതിന്റെ അർത്ഥം എന്താണ്? സയൻസ് വിശ്വസിക്കുന്ന മനുഷ്യർ ചികിത്സയ്ക്ക് ശേഷം പാമ്പിനെ പോലെ പഴയ രോഗമുള്ള ശരീരാവസ്ഥ മാറി സൗഖ്യമുള്ള ശരീരം വീണ്ടെടുക്കുന്നല്ലേ? സയൻസിനെ വിശ്വസിക്കുന്ന മനുഷ്യന് ഈ പാമ്പുമായി ഏതെങ്കിലും ഒരു ബന്ധമില്ലെന്ന് എങ്ങനെ പിന്നെ പറയാൻ കഴിയും? സയൻസിനെ മാത്രം വിശ്വസിക്കുന്ന പക്ഷം ബന്ധമുണ്ട്. ദൈവമില്ല എന്ന് പഠിപ്പിക്കുന്ന സയൻസിന്റെ ദേശീയ പതാകയായി ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ശത്രുവായ പിശാചിന്റെ ചിത്രം തന്നെയാണ്. അതത്ര വിരോധാഭാസമാണ്. ഇതിനെയാണല്ലോ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത് പിശാചില്ല എന്ന് പറയുന്നവർ പാമ്പിന്റെ ഗ്രൂപ്പിലുള്ള വ്യക്തികളാണെന്ന്. സയൻസിനെ മാത്രം വിശ്വസിക്കുന്ന പാമ്പിന്റെ ഗ്രൂപ്പിലുള്ള വ്യക്തികൾക്ക് പാമ്പിന്റെ വിഷത്തിന്റെ അംശം അവരും ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഗ്രീക്ക് പുരാണങ്ങളനുസരിച്ച് അസക്ലേപ്പിയൻസ് ആണ് വൈദ്യശാസ്ത്രത്തിന്റെ ദൈവം. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വടിയിൽ ഒരു പാമ്പ് മാത്രം ചുറ്റിയ രീതിയിലാണ് ചിത്രീകരിക്കപ്പെട്ടത്. പുരാതന കാലം മുതലേ ഈ ചിഹ്നം നിലവിലുണ്ട്. പിശാചിന്റെ സന്തതികളുടെ പ്രവർത്തന ഫലമായി എൻ്റെ മാർക്ക് കൊടുത്തിരിക്കുന്ന നമ്പറാണ് 2. വേറെ നമ്പർ ഉണ്ടാകും, നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, ഞാനേ പറയുന്നില്ല. എന്നാൽ തമിഴ്നാട്ടിൽ ഈ 2 എന്ന സംഖ്യ എനിക്ക് വേണ്ടപ്പെട്ടത് ജീവിക്കാനുള്ളത്. ഒരു വടിയിൽ ഒരു പാമ്പ് ചുറ്റിയതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു. ഒരു വടിയിൽ 2 പാമ്പുകൾ ചുറ്റിയ കാര്യത്തെക്കുറിച്ച് എൻ്റെ മകൾ സംസാരിക്കും. കാരണം ഈ പാമ്പുകളുടെ പ്രവർത്തന ഫലമായാണ് 2 എന്ന സംഖ്യാ നമ്പർ എൻ്റെ മകൾക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ ആ 2 പാമ്പുകൾക്കെതിരെയുള്ള പ്രതിഷേധം എന്ന പേരിൽ എൻ്റെ മകൾ സംസാരിക്കും. അതുമാത്രമല്ല, എനിക്ക് ഒരുപാട് ഓർമ്മിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്, എഴുതാനുണ്ട്. ഓഡിയോ, വീഡിയോ, എഡിറ്റിംഗ്, വീട്ടുജോലികൾ എല്ലാം കൂടി വളരെ ബുദ്ധിമുട്ടിലാകും. എന്നാൽ ഒരു വടിയുടെ ഇരുവശത്തും പരസ്പരം കൊത്താൻ നിൽക്കുന്ന പാമ്പുകളുടെ ആ ചിത്രത്തിന് വൈദ്യശാസ്ത്രവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് ഗ്രീക്ക് ദേവനായ ഹെർമെസിന്റെ വടിയാണ്. വാണിജ്യം, ആശയവിനിമയം, യാത്ര എന്നിവയുടെ ദേവനായിരുന്നു ഹെർമെസ്. പണ്ട് ഗ്രീസിലെ സമാധാന ദൂതന്മാർ വഴക്കുകൾ പരിഹരിക്കാനും സമാധാനം സ്ഥാപിക്കാനും ഈ വടി ഉപയോഗിച്ചിരുന്നു. ഇതിലെ 2 പാമ്പുകൾ തമ്മിലുള്ള പോരാട്ടം അവസാനിച്ചതിനെയാണ് ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത്. എന്നാൽ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ US ആർമി മെഡിക്കൽ കോർപ്സ് അബദ്ധവശാൽ കാഡോഷ്യസ് അവരുടെ ഔദ്യോഗിക ചിഹ്നമായി തെരഞ്ഞെടുത്തു. അതോടെ ലോകമെമ്പാടും ഈ ചിഹ്നം വൈദ്യശാസ്ത്രവുമായി തെറ്റായി ബന്ധിക്കപ്പെട്ടു. ഇത് വൈദ്യശാസ്ത്രത്തിന് സംഭവിച്ച തെറ്റാണെന്ന് മനസ്സിലാക്കുക. സയൻസുമായി ഏതൊരു ബന്ധമില്ലാത്ത ഈ പാമ്പുകൾ എങ്ങനെ സയൻസിൽ വന്നു? ഇനി എനിക്ക് വേണ്ടി കമ്പ്യൂട്ടർ സംസാരിക്കും. ഒരു മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നതിനേക്കാൾ പ്രാധാന്യം സയൻസിന്റെ മറ്റു മേഖലകൾക്കില്ല. ബാക്കിയുള്ള മേഖലകൾ എല്ലാം ഉപവിഭാഗമാണ്.
അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചു പറയാൻ കഴിയും സയൻസിന്റെ ദേശീയ പതാകയിൽ സർപ്പരൂപമാണ് ഉള്ളതെന്നും സയൻസിന് ഈ സർപ്പം വരിഞ്ഞു മുറുക്കി പത്തി വിടർത്തി നിൽക്കുകയാണ് എന്നും. വൈദ്യശാസ്ത്രത്തിന്റെ ദൈവം എന്ന് വിളിക്കപ്പെടുന്ന അസ്ക്ലീപ്പിയസിന്റെ കാലം തൊട്ട് ഈ സർപ്പരൂപം സയൻസിന്റെ കൂടെയുണ്ട്. ശാസ്ത്രം മാറിയിട്ടും ലോകം മാറിയിട്ടും ഈ പാമ്പ് മാത്രം മാറിയില്ല. ആധുനിക ചികിത്സാ രീതികളെപ്പോലും തന്റെ ചിഹ്നത്തിനുള്ളിൽ തളച്ചിടാൻ ഈ പഴയ രൂപത്തിന് കഴിഞ്ഞു എന്നത് അത്ഭുതകരമല്ലേ? സയൻസ് ഒരു വിമോചനമാണെന്ന് നാം കരുതുമ്പോൾ ആ ശാസ്ത്രത്തെ തന്നെ ഒരു പാമ്പ് തന്റെ അധികാരത്തിന് കീഴിൽ നിശബ്ദമായി കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. മരണത്തിന്റെ അടയാളമായി നാം കണ്ടിരുന്ന പാമ്പ് എങ്ങനെ ചികിത്സയുടെ അടയാളമായി മാറി? ഇത് ശാസ്ത്രത്തിന്റെ പരാജയമാണോ, അതോ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാനുള്ള വ്യക്തികൾ ഇപ്പോഴും ഏതോ നിഗൂഢമായ ശക്തികളുടെ പിടിയിലാണോ? ലോജിക്കിനെ വിഴുങ്ങുന്ന ഒരു മിത്ത് പോലെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ നെറ്റിയിൽ ഈ സർപ്പചിഹ്നം ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. നിങ്ങൾ കാണുന്നത് വെറുമൊരു ചിഹ്നമല്ല, അതൊരു കീഴടങ്ങലിന്റെ അടയാളമാണ്. ആധുനിക വൈദ്യശാസ്ത്രം അതിന്റെ സർവ്വസന്നാഹങ്ങളുമായി ലോകത്തെ രക്ഷിക്കാൻ ഇറങ്ങുമ്പോഴും അതിന്റെ നെറ്റിയിൽ ഈ സർപ്പത്തിന്റെ മുദ്രയുണ്ട്. യുക്തിയുടെയും ശാസ്ത്രത്തിന്റെയും സിംഹാസനത്തെ വരിഞ്ഞു മുറുക്കി നിൽക്കുന്ന ആ പഴയ വിഷസർപ്പം. ഗ്രീക്ക് പുരാണങ്ങൾ അനുസരിച്ച് അസ്ക്ലീപ്പിയസ് ആണ് വൈദ്യശാസ്ത്രത്തിന്റെ ദൈവം എന്ന് മുമ്പ് പറഞ്ഞുവല്ലോ. എന്നാൽ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയും ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവുമായ ഹിപ്പോക്രാറ്റസ് ഏകദേശം BC 460 വന്നയാളാണ്. അസ്ക്ലീപ്പിയസിനെ ദൈവമായി ആരാധിച്ചിരുന്ന ഒരു പാരമ്പര്യത്തിലാണ് ഹിപ്പോക്രാറ്റസ് വളർന്നത്. വൈദ്യശാസ്ത്രരംഗത്തെ ഏറ്റവും പവിത്രമായ സത്യപ്രതിജ്ഞയാണ് ഹിപ്പോക്രാറ്റിക് ഓത്ത്. ഒരു വ്യക്തി ഡോക്ടറായി തന്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നതിന് മുൻപ് ചൊല്ലുന്ന പ്രതിജ്ഞയാണിത്. ഹിപ്പോക്രാറ്റസ് ആണ് ഇതിന്റെ സ്രഷ്ടാവായി അറിയപ്പെടുന്നത്. ഏകദേശം 2500 വർഷങ്ങൾക്ക് മുൻപ് BC 4-ാം നൂറ്റാണ്ടിലാണ് ഇത് രൂപപ്പെട്ടത്. അതുകൊണ്ടാണ് ഇതിനെ ഹിപ്പോക്രാറ്റിക് ഓത്ത് എന്ന് വിളിക്കുന്നത്. പഴയ ഹിപ്പോക്രാറ്റിക് ഓത്ത് തുടങ്ങുന്നത് ഗ്രീക്ക് ദൈവങ്ങളായ അപ്പോളോയെയും അസ്ക്ലീപ്പിയസിനെയും സാക്ഷിയാക്കിയാണ്. നമ്മൾ എന്തിനാണ് ഗ്രീക്ക് ദൈവങ്ങളായ അപ്പോളോയെയും അസ്ക്ലീപ്പിയസിനെയും ആ പാമ്പ് സിദ്ധാന്തത്തെയും സാക്ഷിയാക്കി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? ഹിപ്പോക്രാറ്റിക് ഓത്ത് നൽകിയ ആദർശപരമായ അടിത്തറയിലാണ് ലോകാരോഗ്യ സംഘടനയായ WHO ആരോഗ്യ നയങ്ങൾ കെട്ടിപ്പടുത്തിരിക്കുന്നത്. എന്നാൽ ഇന്ന് ആധുനിക കാലത്ത് ഇതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. 1948 പുറത്തിറക്കിയ ജനീവ പ്രഖ്യാപനം ഡെക്ലറേഷൻ ഓഫ് ജനീവ ആണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ഭൂരിഭാഗം ഡോക്ടർമാരും ചൊല്ലുന്നത്. ലോകം മാറി, യുദ്ധങ്ങൾ കഴിഞ്ഞു, സയൻസ് വളർന്നു. 1948 ജനീവ പ്രഖ്യാപനം വന്നു. അവർ പറഞ്ഞ് ഞങ്ങൾ പരിഷ്കരിക്കപ്പെട്ടു എന്ന്. പക്ഷേ സത്യം അതല്ല. പുറംമോടി എത്ര മിനുക്കിയാലും ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ അടിത്തറ ഇപ്പോഴും ആ പഴയ സർപ്പത്തിന്റെ സാമ്രാജ്യത്തിൽ തന്നെയാണ്. പേര് ജനീവ എന്നാക്കിയാലും ചരക് എന്നാക്കിയാലും അവർ ഇന്നും ചുമലിലേറ്റുന്ന എംബ്ലത്തിൽ ആ വിഷപ്പാമ്പ് പത്തി വിടർത്തിത്തന്നെയിരിക്കുന്നു. നിയമങ്ങൾ മാറി, പക്ഷെ ഈ ശാസ്ത്രം ഇപ്പോഴും ആ പഴയ പാമ്പിന്റെ തടവറയിലാണ്. ആ കാലഘട്ടത്തിലെ ചില ചികിത്സാ രീതികൾ ചിന്തിക്കാൻ കൂടി കഴിയാത്ത പൈശാചികമായ അനുഭവമാണ്. ചികിത്സയ്ക്ക് മുൻപായി ദേവനെ പ്രീണിപ്പിക്കാൻ മൃഗബലി അനിവാര്യമായിരുന്നു. മൃഗങ്ങളുടെ രക്തം തളിച്ച തറയിൽ കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധത്തിനിടയിലാണ് രോഗിയെ കിടത്തിയിരുന്നത്. ഇത് ഒരു ആശുപത്രി എന്നതിലുപരി ഒരു കൊലക്കളത്തിന്റെ പ്രതീതിയാണ് സൃഷ്ടിച്ചിരുന്നത്. അസ്ക്ലീപ്പിയൻ ക്ഷേത്രത്തിന്റെ കൂരിരുട്ടു പിടിച്ച ഭൂഗർഭ അറയുടെ അകതളങ്ങളിൽ രോഗികളെ ചില പ്രത്യേക ദിവസങ്ങളിൽ തനിച്ച് കിടത്തുമായിരുന്നു. വലിയ സർപ്പങ്ങളെ അവരുടെ കണ്ണുകളിലും മുറിവുകളിലും നക്കാൻ വിടുമായിരുന്നു. അസ്ക്ലീപ്പിയൻ ദൈവം പാമ്പിന്റെ രൂപത്തിൽ വന്ന് സുഖപ്പെടുത്തുമെന്ന് വിശ്വസിച്ചിരുന്നു. 100 കണക്കിന് പാമ്പുകളോടൊപ്പം കഴിയുക, ശരിക്കും നരകത്തിന്റെ പ്രതീതി. രോഗി കാണുന്ന പൈശാചികമായ സ്വപ്നങ്ങളെ പുരോഹിതന്മാർ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള ചികിത്സാരീതി ഉണ്ടായിരുന്നു. 17-ാം നൂറ്റാണ്ടിലെ ഡോക്ടർമാർ വിശ്വസിച്ചിരുന്നത് തൂക്കിലേറ്റപ്പെട്ട കുറ്റവാളികളുടെ ശരീരത്തിന് അത്ഭുതകരമായ രോഗശാന്തി നൽകാൻ കഴിയുമെന്നാണ്. മൃതദേഹത്തിന്റെ ചൂടാറുന്നതിന് മുൻപ് തന്നെ ആ കൊഴുപ്പ് ശേഖരിച്ച് മരുന്നായി പുരട്ടിയിരുന്നു. ആ നൂറ്റാണ്ടുകളിൽ യൂറോപ്പിലെ ഡോക്ടർമാർ മരുന്നായി നിർദ്ദേശിച്ചിരുന്നത് മനുഷ്യന്റെ തലയോട്ടി പൊടിച്ചതും ഉണങ്ങിയ മാംസവും കൊഴുപ്പുമാണ്. മരിച്ചവരുടെ ശരീരത്തിലെ ഊർജം കഴിക്കുന്നവർക്ക് ലഭിക്കുമെന്ന് അവർ വിശ്വസിച്ചു.
ഇതിനായി ശവക്കല്ലറുകൾ തോണ്ടി മൃതദേഹങ്ങൾ മോഷ്ടിക്കുന്നത് അക്കാലത്ത് പതിവായിരുന്നു. മരിച്ചവന്റെ ആത്മാവിനെ ഭക്ഷിച്ച് രോഗം മാറ്റാൻ ശ്രമിച്ചിരുന്ന ഒരു മെഡിക്കൽ കാനിബാലിസം അന്ന് നിലനിന്നിരുന്നു. ശാസ്ത്രം പകലിന്റെ വെളിച്ചമാണെങ്കിൽ ഈ ചിഹ്നം നമ്മെ കൊണ്ടുപോകുന്നത് ഇരുണ്ട പുരാണങ്ങളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കുമാണ്. നമ്മുടെ ആധുനിക മെഡിക്കൽ എത്തിക്സിന്റെ തുടക്കം എവിടെ നിന്നാണ്? രണ്ടാം ലോകമഹായുദ്ധകാലത്ത് 1939 മുതൽ 1945 വരെ ജർമ്മനിയിലെ നാസി ഭരണകൂടം തടങ്കൽ പാളയങ്ങളിൽ വെച്ച് മനുഷ്യ ശരീരത്തിൽ നടത്തിയ അത്യന്തം ക്രൂരവും മനുഷ്യത്വരഹിതവുമായ മെഡിക്കൽ പരീക്ഷണങ്ങളെയാണ് നാസി പരീക്ഷണങ്ങൾ എന്ന് വിളിക്കുന്നത്. ശാസ്ത്രത്തിന്റെ പേരിൽ നടന്ന ഏറ്റവും വലിയ ക്രൂരതകളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. അഡോൾഫ് ഹിറ്റ്ലറുടെ നാസി ഡോക്ടർമാരാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഇതിൽ ഏറ്റവും കുപ്രസിദ്ധനായ വ്യക്തിയാണ് ജോസഫ് മെംഗലെ. ഇദ്ദേഹത്തെ മരണത്തിന്റെ മാലാഖ, ഏഞ്ചൽ ഓഫ് ഡെത്ത് എന്നാണ് വിളിച്ചിരുന്നത്. ജോസഫ് മെംഗലെയെ ഇരട്ടക്കുട്ടികളിൽ പരീക്ഷണങ്ങൾ നടത്താൻ താൽപ്പര്യപ്പെട്ടിരുന്നു. ഒരാളുടെ ശരീരത്തിലെ അവയവങ്ങൾ മറ്റൊരാളിലേക്ക് മാറ്റിവെച്ചും അങ്ങനെ പലതരത്തിലുള്ള പൈശാചികമായ ക്രൂരതകൾ. മനുഷ്യന്റെ നിലവിളികളേക്കാൾ അവർ വില നൽകിയത് അവരുടെ പരീക്ഷണങ്ങൾക്കായിരുന്നു. ഇനി പറയുന്നത് ഇരുണ്ട യുഗത്തിലല്ല, മറിച്ച് 1940കളിൽ പോലും നടന്ന കാര്യമാണ്. മാനസിക രോഗികളെ ചികിത്സിക്കാൻ അവരുടെ കണ്ണുകൾക്ക് മുകളിലൂടെ ഒരു കമ്പി, ഐസ് പെക്ക് അടിച്ചു കയറ്റി തലച്ചോറിന്റെ മുൻഭാഗം തകർക്കുന്ന രീതിയാണിത്. വീടുകളിൽ ഐസ് കട്ടകൾ ഉടക്കാൻ ഉപയോഗിക്കുന്ന കൂർത്ത കമ്പി, ഐസ് പെക്ക് ആണ് ഇതിനായി ഉപയോഗിച്ചിരുന്നത്. അനസ്തേഷ്യ പോലുമില്ലാതെ രോഗിയുടെ കൺപോളകൾക്ക് മുകളിലൂടെ ഈ കൂർത്ത കമ്പി തലച്ചോറിലേക്ക് അടിച്ചു കയറ്റും. എന്നിട്ട് തലച്ചോറിന്റെ മുൻഭാഗം, ഫ്രണ്ടൽ ലോബ് ഇളക്കി മുറിക്കും. ഇത് ചെയ്യുമ്പോൾ രോഗിയുടെ തലയോട്ടി പൊട്ടുന്ന ശബ്ദം പോലും പുറത്തു കേൾക്കാം. ഈ ചികിത്സ കഴിഞ്ഞാൽ രോഗിക്ക് സ്വന്തമായി ചിന്തിക്കാനോ സംസാരിക്കാനോ ഉള്ള കഴിവ് നഷ്ടപ്പെടും. അവർ ഒരു ജീവിച്ചിരിക്കുന്ന ശവം, സോംബി പോലെയായി മാറും. ഇതിന് നേതൃത്വം നൽകിയ എഗാസ് മോണിസ് എന്ന ഡോക്ടർക്ക് നോബൽ സമ്മാനം വരെ ലഭിച്ചു എന്നത് ശാസ്ത്രചരിത്രത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യമാണ്. ഇന്നും ആധുനിക സയൻസ് പുരോഗതിയെക്കുറിച്ച് വാചാലമാകുമ്പോൾ അതിന്റെ ചരിത്രത്തിൽ ഇത്തരം ചോരപുരണ്ട അധ്യായങ്ങളുണ്ട്. ഡോക്ടർമാരുടെ കോട്ടുകളിൽ എത്രത്തോളം ചോരക്കറയുണ്ടോ അത്രത്തോളം അവർ പ്രശസ്തരായിരുന്നു. ആ ചോരമണം ചികിത്സയുടെ ഭാഗമായി അവർ ആസ്വദിച്ചിരുന്നു. വെള്ളക്കോട്ടുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ച ഈ ക്രൂരതകളെ മൂടിവെക്കാനാണോ ഇന്നും അവർ ആ പഴയ വിഷപ്പാമ്പിന്റെ ചിഹ്നത്തെ ചേർത്തുപിടിക്കുന്നത്? നിങ്ങൾ സയൻസിന്റെ വെളിച്ചത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ അതിന്റെ ചോരപുരണ്ട ഇരുട്ടിനെക്കുറിച്ച് പറയാം. ഇതൊരു ചികിത്സയല്ല, ഇതൊരു പൈശാചിക പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ്. മരുന്നിനേക്കാൾ മന്ത്രവാദത്തിനും യുക്തിയേക്കാൾ സർപ്പങ്ങൾക്കും വില നൽകിയ ഒരു കാലത്തിന്റെ അവശിഷ്ടം. പാമ്പ് ചുറ്റിയ വടി വെറും ഒരു ചിഹ്നമല്ല, അത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ നിലവിളികൾ സാക്ഷ്യം വഹിച്ച ചോരപുരണ്ട ചരിത്രത്തിന്റെ ബാക്കിയാണ്. സയൻസ് എന്നത് നന്മയല്ല, മറിച്ച് പൈശാചികമായ പരീക്ഷണങ്ങളിലൂടെ പടുത്തുയർത്തിയ ഒരു സാമ്രാജ്യമാണ്. ലൂക്കോസ് 5:31 യേശു അവരോടു, സൗഖ്യമുള്ളവർക്കല്ല രോഗികൾക്കത്രേ വൈദ്യനെ കൊണ്ടു ആവശ്യം എന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? ഡോക്ടറും ചികിത്സയും സയൻസും നമുക്ക് വേണം. എന്നാൽ അതിലെ പാമ്പ് എന്ന സാത്താനെയോ ആ സത്താന്റെ പൈശാചികമായ പ്രവൃത്തികളോ നമുക്ക് വേണ്ട എന്നാണ് പറഞ്ഞു വന്ന സാരാംശം. സയൻസിൽ നമ്മൾ പിശാചിനെ കണ്ടെത്താൻ ശ്രമിച്ചപ്പോൾ ദൈവത്തെ നിഷേധിക്കുന്ന സയൻസിനെ വരിഞ്ഞു മുറുക്കി പത്തിവിടർത്തി നിൽക്കുന്ന പഴയ പാമ്പായ സാത്താന്റെ ചിത്രവും പൈശാചിക പ്രവൃത്തിയും കണ്ടു മനസ്സിലാക്കി. എന്നാൽ അത് പോരല്ലോ. പിശാചിന്റെ വീട് എവിടെയാണ്? ലൂക്കോസ് 10:15 നീയോ കഫർനഹൂമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? നീ പാതാളം വരെ താണുപോകും. ഉയർച്ച സൂചിപ്പിക്കുന്നത് സ്വർഗത്തെയും താഴ്ച സൂചിപ്പിക്കുന്നത് പാതാളത്തെയുമാണല്ലോ. പിശാചിന്റെ വാസസ്ഥലം എന്ന് പറയുന്നത് പാതാളമാണല്ലോ. പാതാളത്തിലേക്ക് പോയാൽ പിന്നെ ഒരു തിരിച്ചു വരവില്ല. എങ്കിലും ഭൂമിയുടെ അഗാധതയിലുള്ള ഫോസിലുകളുള്ള സ്ഥലം വരെയെങ്കിലും നമുക്കൊന്ന് കുഴിച്ചു നോക്കുന്നതിൽ തെറ്റില്ല. അസ്ഥിക്കുള്ളിലെ ഫോസ്ഫറസിലാണ് എല്ലാ രഹസ്യങ്ങളുടെയും താക്കോൽ ഉള്ളത്. ഭൂമിയുടെ ആഴത്തിലേക്ക് പലരും പലതരത്തിലുള്ള മിഷൻ ഉപയോഗിച്ച് കുഴിക്കാൻ നോക്കിയിട്ടുണ്ട്. ഒരു പരിധിക്ക് അപ്പുറം കുഴിക്കാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെ കുഴിച്ചുകൊണ്ടു പോകുമ്പോൾ ഭൂമിയുടെ ലയറുകൾക്കിടയിൽ കല്ലിന്റെ രൂപത്തിൽ പഴയകാല തലമുറയുടെ ഫോസിലിന്റെ അവശിഷ്ടം ഒക്കെ കാണാൻ സാധിക്കും.
ആത്മീയമായി പറഞ്ഞാൽ പാതാളത്തിന്റെ താഴ്ചയിൽ. ഫോസിലിനുള്ളിലെ ഫോസ്ഫറസിന്റെ പ്രത്യേകത എന്താണ്? അത് ഈ വീഡിയോ മുഴുവൻ കേൾക്കണം, അപ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. അല്ലെങ്കിൽ പിന്നെ സയൻസ് പറയുന്ന ഫോസ്ഫറൻസിനെ കുറിച്ച് മാത്രമേ അറിയാൻ കഴിയൂ. ഫോസിൽ പ്രക്രിയ ആരംഭിക്കുന്നത് മരണത്തോടെയാണ്. എന്നാൽ എല്ലാ മൃതദേഹങ്ങളും ഫോസിലാവില്ല. ഉദാഹരണം, മനുഷ്യർ സാധാരണയായി മൃതദേഹം ദഹിപ്പിക്കുന്ന രീതിയിലൊക്കെ ചെയ്യുമ്പോൾ ഇത് ഫോസിൽ രൂപീകരണത്തിന് തടസ്സമാണ്. നദിയിലോ ചതുപ്പിലോ വീണ ചെളിയിൽ പൂണ്ടുപോയ മൃതദേഹങ്ങൾ മാത്രമേ ഫോസിലാകാൻ സാധ്യതയുള്ളൂ. മൃതദേഹം മണ്ണടിഞ്ഞ ശേഷം മാംസം, തൊലി, ആന്തരിക അവയവങ്ങൾ എന്നിവ സാവധാനം വഴുകിയില്ലാതാകും. അവശേഷിക്കുന്നത് പല്ലുകൾ, എല്ലുകൾ തുടങ്ങിയ കടുപ്പമേറിയ ഭാഗങ്ങളൊക്കെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ മൃതദേഹത്തിന് ചുറ്റുമുള്ള മണ്ണും ചെളിയും ഉറച്ച് പാറയായി മാറുന്നു. അതായത് എല്ല് കല്ലായി മാറുന്നു. ഇനി മനസ്സിലാക്കാനുള്ളത്, കത്തിച്ചുകളയുന്ന മനുഷ്യരുടെ എല്ലുകൾ ഫോസിലുകൾ ആകില്ല എന്ന് പറഞ്ഞുവല്ലോ. എന്നാൽ കത്തിച്ചു കളയുമ്പോൾ പോലും എല്ലിനുള്ളിലെ ഫോസ്ഫറസ് വായുവുമായി സമ്പർക്കം വരുമ്പോൾ കത്തുന്ന സ്വഭാവമുള്ളതാണ്. പ്രത്യേകിച്ച് വൈറ്റ് ഫോസ്ഫറസ്. ശ്മശാനങ്ങളിലും മറ്റും അസ്ഥികളിലെ ഫോസ്ഫറസ് പുറത്തുവന്ന് ഓക്സിജനുമായി ചേർന്ന് കത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശത്തെ പലരും കൊള്ളിമീൻ എന്നോ പ്രേതബാധ എന്നോ വ്യാഖ്യാനിക്കാറുണ്ട്. അത് തെറ്റാണോ ശരിയാണോ എന്ന് ഈ വീഡിയോ മുഴുവൻ കേട്ടിട്ട് സ്വയം തീരുമാനിക്കുക.